ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു വീഡിയോ. ഞാനിപ്പം ചിറ്റയുടെ വീട്ടിൽ പോകാമെന്ന് കരുതി. അപ്പോൾ രാവിലെ എണീറ്റാണ്. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ അവൾ എണീറ്റ്. ഇല്ലെങ്കിൽ ഈ സമയത്തൊന്നും അവൾ എണീക്കണമല്ല. അവിടെ അച്ഛനൊന്നും പോകുന്നൊന്നും കാണാറില്ലായിരുന്നു. അപ്പോൾ രാവിലെ ചേട്ടൻ പോവുകയാണ്, ഓഫീസിൽ പോവാണ്. അവർ രാവിലെ എണീച്ചിട്ട് ഒരു ചോക്ലേറ്റ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് കാണിക്കുന്നത്. അവർ ചോക്ലേറ്റ് എടുത്ത് കൊടുത്ത് രാവിലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഇനി ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുത്തതിൻ്റെ സന്തോഷമാണ് കാണിക്കണേ. ഇപ്പം ഇല്ലെങ്കിൽ ഇപ്പോഴൊന്നും എണീക്കത്തില്ല. അപ്പം അങ്ങനെ ഞാൻ റെഡിയായി, കുളിച്ച് റെഡിയായി, അവളെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അവൾ ചിറ്റയുടെ അമ്മയുടെ ഓപ്പറേഷൻ, കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി അവരെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം വിളിച്ച് രാവിലെ വാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇപ്പം അങ്ങോട്ട് പോകാൻ റെഡിയാവുകയാണ്. ഇതാണ് കുഞ്ഞുമണി. കുറുമ്പെന്ന് വെച്ചാൽ നല്ല കുറുമ്പാണ്. ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ലിപ്സ്റ്റിക്ക്. കാണുമ്പോൾ അത് വേണം. ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ ചുണ്ടയിലിടുന്നതെന്ന് ഞാൻ ഇടുന്നത് കൊണ്ട് ലിപ് ബാമൊക്കെ ഇടുന്നത് കാണുന്നുണ്ട് അവൾ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൗഡറും അതുപോലെ തന്നെയാണ്. ഞാൻ പിന്നെ വേറെ ഒന്നും ഉപയോഗിക്കത്തില്ല, പൗഡർ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ നല്ല വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ കൂടി ഇടും. അല്ലാതല്ല പൗഡർ മാത്രമേ ഉള്ളൂ. പൗഡർ ഇടുക. അതിന് എൻ്റെ ചാട്ടം കണ്ട ഭയങ്കര ചാട്ടമാണ്. കട്ടിലേ കിടന്നാണ് അവളുടെ അഭ്യാസങ്ങൾ മൊത്തം. അങ്ങനെ റെഡി ആണെന്നാണ് പോയെന്ന് കാണാമെന്ന് ചോദിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നലെ നല്ല തിരക്കൊക്കെയാണ്, ആൾക്കാരൊക്കെ വന്ന് കാണുന്നതുകൊണ്ട് ശരി വേണ്ടാന്ന് വെച്ച് പിന്നെയും തിരിഞ്ഞു പോയതാണ്. തുണി ഞാൻ അവിടെ ഒരു ബക്കറ്റുണ്ട്, ബക്കറ്റിൻ്റെ അവിടെ കൊണ്ടിട്ടതാട്ടാ. അത് എടുക്കാമെന്ന് വെച്ചെന്നേ അപ്പം ക്യാമറ ഓണാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ റെഡിയായി. ഇപ്പം നിങ്ങൾ കണ്ടോണേ, ഇവിടെ ഇപ്പോൾ ഇട്ടേക്കുന്ന പാൻറ്റാണ് കേട്ടോ. പോകാൻ നേരത്തെ അവളുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചോണേ. ഇറങ്ങി ഞങ്ങൾ ഗേറ്റ് തുറന്ന് പോകുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ പാൻറ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇറങ്ങി താഴെ ചെന്നപ്പോഴത്തേ വാച്ച് കാണിക്കാണ് കേട്ടോ. വാച്ചാണ്, പുതിയ വാച്ചാണ്. അവിടെ മാമൻ വാങ്ങിച്ചു കൊടുത്ത വാച്ചാണ്, പുതിയ വാച്ച്. അപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് റെഡിയായി എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ട്, ഇറങ്ങാനൊക്കെ ഉണ്ട്. ഇത് കണ്ട പാൻറ്റ് മാറ്റി കണ്ട, അതിൽ മുള്ളി വെച്ച് ഇറങ്ങി നിന്നിട്ട് അതിൽ മുള്ളി വെച്ച് പിന്നെ അത് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇടിച്ച് പോവാണ്. പോകാൻ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇതാണ് വല്യമ്മനെ തന്നെ, അതായത് ഇത് എൻ്റെ മദറിനോട് അമ്മയാണ്. അതെ, വല്യമ്മ. പണ്ട് സിനിമയിലൊക്കെ സബ് ആർട്ടിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സബ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ, അതായത് അഭിനയിക്കാനൊക്കെ ആൾക്കാർ നിൽക്കില്ല. അങ്ങനെ പോയിട്ടുണ്ട്. സിനിമയിൽ 3-4 സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്ര വലിയ ആർട്ടിസ്റ്റൊന്നും അല്ല, ചെറിയ ഇതിൽ. അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. കുറേ നേരം നിന്ന് കേട്ടോ, ഓട്ടോ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തായത്. കുറേ നേരം നിന്ന്, ഉച്ചയായതുകൊണ്ട് നല്ല വെയിലുമായിരുന്നു. അപ്പോൾ പിന്നെ കുറേ നേരം കൊണ്ട് നിന്നില്ല. ബസ്സിൽ കയറുന്ന ബുദ്ധിമുട്ടായി. വിളി എടുത്തിട്ട് ഞാൻ കയറണമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഓട്ടോ വിളിച്ച്. അവിടുന്ന് ബേക്കറിയിൽ നിന്ന് അവിടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകണമായിരുന്നില്ല. ബേക്കറിയിൽ കയറിയായിരുന്നു. ബേക്കറിയിൽ കയറിയപ്പോൾ അപ്പം ലേസ് വേണം. അത് അന്നേരം തന്നെ പൊട്ടിച്ചിരുന്ന വണ്ടിയിൽ നിന്ന് തിന്നാണ്. ആർക്കും കൊടുക്കൂല കേട്ടോ. കഴിക്കുന്ന സാധനം ആർക്കും കൊടുക്കണ്ട. അമ്മ എടുക്കാൻ തുടങ്ങിയതാണ്, കൊടുക്കത്തില്ല. അമ്മ എടുത്ത് തിന്നുന്നതിനാണിത്. ഇത് ഗോശ്രീ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഇതിൽ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ, മായാവി ഷൂട്ടിങ്ങൊക്കെ നടന്ന ഹാർബറാണിത്. വൈപ്പിൻ ഹാർബർ. മായാവി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാർബറിൽ. ഫിഷ് മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലാണ്. അതിനപ്പുറത്ത് ബാക്കിലായിട്ടൊക്കെ ഒരുപാട് വള്ളമൊക്കെ വരുന്നതാണ്. വഞ്ചിയൊക്കെ വന്ന് മീനും കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചൊക്കെ നമുക്ക് മായാവിയുടെ ഫിലിം ഷൂട്ടിങ്ങൊക്കെ കൂടുതലായിട്ട് നടന്നതായിരുന്നു. ഇവിടുത്തെ ഇപ്പം നേരത്തെ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ വള്ളം വരും. മീൻ കൊണ്ടുവന്ന വള്ളങ്ങൾ കൊണ്ടുവന്ന് അടുക്കിയിട്ടേക്കും. മറ്റേ അങ്ങേ മൂലയിൽ കാണുന്ന കണ്ട ഒരു ഇതിൽ ഗ്രീൻ കളറിൽ, അവിടെയാണ് വന്ന് ചരക്ക് കപ്പലൊക്കെ വരുന്നത്. പിന്നെ ഈ സൈഡിലൊക്കെ നല്ലതാണ് വല്ലാർപാടം പള്ളിയുടെ ഒക്കെ. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. വല്ലാർപാടം പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ്. പനമ്പുകാട് എന്നാണ് ചിറ്റയുടെ വീട്. അപ്പോൾ പനമ്പുകാടിലേക്ക് പോകുന്നത് വല്ലാർപാടം പള്ളിയുടെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത്.
ഇവിടെ നിന്ന് വെച്ചാൽ പോകുന്നതെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഈ മഞ്ഞ് പോലെ കിടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴെല്ലാം ഉണ്ട് കേട്ടോ. ദൂരത്തേക്ക് നോക്കുമ്പോൾ കാണാത്തത് ഒരു മഞ്ഞ് മൂടി കിടക്കുകയാണ്. നട്ടുച്ച സമയത്ത് വെയിൽ കൊണ്ടാവാം, മഞ്ഞല്ല അത് വെയിലിൻ്റെ ഇതുകൊണ്ടാണ്, ശരിക്കും കാണത്തുണ്ടായിരുന്നില്ല. അവിടെ ചരക്ക് എടുക്കാൻ വരുന്ന ലോറികളായി കിട്ടിയേക്കുന്നത്. അപ്പുറത്ത് ചരക്ക് വരുന്നുണ്ട്, കപ്പലിൽ ചരക്ക് വരുന്നത് ഉണ്ടാ ചരക്ക് വരുന്ന ഇതിലാണ്. എൻ്റെ ഒരു പേരുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. എന്തോ ഒരു പേര് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത്, ഓർമ്മ കിട്ടുന്നില്ല. എന്തായിരുന്നു? അയ്യോ, മറന്നുപോയി. ഓർക്കുമ്പോൾ ഞാൻ അടുത്തതിൽ കാണിക്കാം കേട്ടോ. ഇതിന് എനിക്ക് ആഗ്രഹമുണ്ട്, അവിടേക്ക് ആരെയും കയറ്റി വിടൂല എന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കിയായിരുന്നു ഞാൻ കേട്ടോ, അവിടെ കയറാൻ പറ്റുമോ. പണ്ട് സിനിമയൊക്കെ കാണത്തില്ല, ഇങ്ങനെ വലിയ ചരക്ക് കൊണ്ടുവന്നിട്ട് എന്തിന് വലിയ ഒരു സാധനം കൊണ്ടാ അതുകൊണ്ട് അവിടെ അടുക്കി വയ്ക്കുന്നുണ്ട്, ഈ ചതുര ബോക്സ് പോലത്തെ, അതിൻ്റെ പേരെന്താണ് മറന്നു പോയിട്ടാ. അതേപോലത്തെ ഒക്കെ നിറയെ അടുക്കിയിട്ടുണ്ട് അവിടെ. അവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് വല്ലാർപാടം പള്ളി. അപ്പുറത്തെ സൈഡിൽ കാണുന്ന ഗോപുരം കാണുന്നത് പുതിയ പള്ളിയാണിത്, പഴയ പള്ളിയിൽ ബാക്ക് വശത്തോടെ വരുന്നത് എൻ്റെ പള്ളി. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് വല്ലാർപാടം പള്ളിയിൽ, ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ പെരുന്നാളിൻ്റെ സമയത്ത് അടുപ്പിച്ചടുപ്പിച്ച് വരും, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഇതാണ് ചിറ്റയുടെ വീടിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലമാണ്. ശരി, നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ അവർ ഈ ചെമ്മീൻ കെട്ടുകളൊക്കെ ഉണ്ട്, ചെമ്മീൻ വളർത്തുന്ന കെട്ട്, ചെമ്മീൻ കെട്ട്. ഈ സൈഡിൽ കാണുമ്പോൾ ഇത് കാടല്ല, കണ്ടൽ കാടുകളുണ്ട്. ഇത് ചതുപ്പിലൊക്കെ വരുന്ന കണ്ടൽ കാടുകൾ എന്ന് പറയും, അതാണിത്. ഇത് വെട്ടി നികത്തരുതെന്ന് പറയുമല്ലോ. ഇതിൻ്റെ വംശനാശമൊക്കെ സംഭവിക്കുമെന്നാണ് പറയാറുള്ളത്, അറിയില്ല കേട്ടോ. കേട്ടിട്ടുണ്ട് അതങ്ങനെ ഭൂമിയിൽ അത് വെട്ടി നശിപ്പിച്ച് കഴിയുമ്പം വെള്ളപ്പൊക്കം തടയാനോ അതിനുമൊക്കെയാണ് ഈ കണ്ടൽ കാടുകൾ പ്രയോജനം വരുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ആൾക്കാരെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ വീട് വയ്ക്കാറുണ്ട്. ഇവിടെയൊക്കെ അതൊക്കെ തന്നെയാണ് വീട് വെച്ചേക്കുന്നത്. ഇതിലൊക്കെ ചെമ്മീൻ കെട്ടുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന, മീൻ വളർത്താൻ ഇത് ചെമ്മീൻ കെട്ടും മീനും ഒക്കെ ആയിട്ട് വളർത്തുന്ന. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതൊക്കെ ചിറ്റയുടെയൊക്കെയാണ്. ഇവിടത്തെ മീൻ പിലോപ്പി, കരിമീൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തി കേട്ടോ, ചിറ്റയുടെ വീട്ടിലെത്തി. പണ്ടത്തെ വീടിൻ്റെ മോഡലാണ് ചിറ്റയുടെ വീട് കേട്ടോ, പഴയ മോഡൽ. ഈ തറവാട് പോലെ ചെറിയ വീടുണ്ടല്ലോ, ഇത് അവരുടെ സൈഡിൽ കാണുന്നത് അവരുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ, ചെറിയ കുടുംബക്ഷേത്രമാണ്. കാണിക്കാം, ഇപ്പം കാണിക്കാം. അതെ, ഇത് ആ സൈഡിൽ ഓടിട്ട സൈഡിലുള്ള ആ ചെറുത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് സിൽക്കോണിൽ പോകാമെന്ന്, സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ചിറ്റ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇത് പയ്യെ അന്നേരം തന്നെ ഇറങ്ങി. എൻ്റെ ഡ്രസ്സ് മാറിയില്ല, കുഞ്ഞിൻ്റെ ഡ്രസ്സ് വീട്ടിൽ ഇടുന്നല്ലേ ഇട്ടുണ്ടെന്ന്. അപ്പോൾ അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ അന്നേരം തന്നെ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് അന്നേരം തന്നെ ഇറങ്ങി സിൽക്കോണിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ വിചാരിക്കില്ല സിലിക്കോണിലൊക്കെയാണോ, സിലിക്കോൺ ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവാം. വേണ്ട, അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ചിറ്റ കുറേ വരുന്നുണ്ട്. ഞാൻ നിങ്ങൾ ഫ്രണ്ടിൽ, ഇവള് അവിടെ നിൽക്കൂല, എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാൽ ഭയങ്കര ഹാപ്പിയല്ലേ. അതുകൊണ്ട് ചിറ്റ പുറകേന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ മുന്നേ ഓടുവാണ്, ഞങ്ങളിങ്ങനെ പുറകെ. ഞാൻ പയ്യെ നടന്ന് വരുന്നു. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ മാവേലി സ്റ്റോറിൽ നിന്നാണ് ഞങ്ങൾ മിക്ക സാധനം എടുക്കുന്നത്. പിന്നെ മാവേലി സ്റ്റോറിൽ വളപ്പിലോട്ട് പോകണമല്ലോ. പിന്നെ അവിടെ എല്ലാ സാധനം പച്ചക്കറി അടക്കം കിട്ടുമല്ലോ. മറ്റേ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് വൈകുന്നേരം സലാഡൊക്കെ കൊടുക്കണമല്ലോ. അപ്പം പിന്നെ ചോറും അതൊക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാൽ നടക്കാത്തത് കൊണ്ട് തടി വെച്ചാൽ പ്രശ്നം വരുമല്ലോ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ ആകുമ്പോൾ കുക്കുംബറും അങ്ങനെയുള്ള വെജിറ്ററി സാധനങ്ങളൊക്കെ പച്ചക്കറി സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് സലാഡ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെജിറ്റബിൾ സലാഡ് കൊടുക്കാമല്ലോ. അങ്ങനെ ഇപ്പോൾ ഡയറ്റിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നേരെ സിൽക്കോണിലോട്ട് പോകും. അപ്പോൾ അവിടെ നിന്നിട്ട് അതും കുറേ നേരം നോക്കി ഒരു ബസ് വന്നു. ഞങ്ങളത് നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ബസ് അങ്ങ് പോയി. അപ്പോൾ പിന്നെ ഊബർ തൊട്ട് ബുക്ക് ചെയ്തിട്ട് പോവുക. ഇതിന് പോകുന്ന വഴിക്കാണ് കേട്ടോ, അതായത് ഹൈക്കോർട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ളതാണിത്. നല്ല രസമില്ല കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാലം ഇറങ്ങുമ്പോഴാണ് എനിക്ക് ഭയങ്കര കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കുമ്പോൾ കപ്പൽ പോകുന്നതാണ് കാണാൻ. ബോട്ടാണ് പോകുന്നത്, ബോട്ട് സർവീസ് ഉണ്ടല്ലോ, നമ്മുടെ വാട്ടർ മെട്രോ ഉണ്ടല്ലോ,
അതുകൊണ്ട് അങ്ങേറ്റത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരെണ്ണം അല്ലാത്ത ബോട്ടാണ് പോകുന്നത്, ഒരെണ്ണം വാട്ടർ മെട്രോയാണ് പോകുന്നത് കേട്ടോ വൈപ്പിനിലേക്ക്. പിന്നെ ഇത് എന്തോ പറഞ്ഞാൽ ലുലുവിൻ്റെ എന്തോ ഒരു കമ്പനിയാണ്, ലുലുവിൻ്റെ എന്നൊരു അതിൻ്റെ ഫ്രണ്ടിലാണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്നത് ഞാൻ വായിച്ചില്ല കേട്ടോ, ഇത്രയും കുറേ നാളുണ്ട് ഞാൻ ഇറങ്ങിയ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ലുലുവിൻ്റെ എന്തോ ഒരു ബിൽഡിങ്ങാണ് അത്, ലുലുവിൻ്റെ ബിൽഡിങ്ങാണ്. ലുലു എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ ഇതെന്താണെന്നുള്ളത്. ചേട്ടൻ്റെ പേര് പറഞ്ഞു, പക്ഷേ ഇതെന്തിൻ്റെ ഓഫീസാണെന്നല്ലോ, ലുലുവിൻ്റെ എന്തിൻ്റെ ഓഫീസാണെന്നൊന്നുകൂടെ എനിക്കറിയില്ല. അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് വന്ന് ഈ കപ്പലുണ്ടല്ലോ, ഈ ബോട്ട്, ഇതിൽ കപ്പൽ ഇതിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം യാത്ര പോകണം. നമ്മൾ പലതും കണ്ടിട്ടുണ്ടാവും യൂട്യൂബേഴ്സൊക്കെ കുറേ ഇതിൻ്റെ പോയതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നതിൻ്റെ വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യാസമയത്ത് മറ്റേ കടലിൽ സൂര്യൻ അസ്തമിക്കുന്ന കാണാൻ പോകുന്ന ഒരു ദിവസം വൈകുന്നേരം രാത്രിയിലേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് DJയും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം 5 മണിക്കൂറാണോ 2 മണിക്കൂറാണോ അത് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. അതവിടെയൊക്കെ ഇത് മറൈൻ ഡ്രൈവ് ആവുക. അങ്ങനെ സിലിക്കോണിലേക്ക് എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ കേട്ടോ. സിലിക്കോണിലാണ് ഇതിപ്പോൾ വന്നേക്കുന്നത്. അത് മറൈൻ ഡ്രൈവിലുള്ള സിലിക്കോണാണ് കേട്ടോ. മറൈൻ ഡ്രൈവിൻ്റെ സൈഡിലുണ്ട് സിലിക്കോൺ. ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ ഞാനിവിടെ ഒരു സാധനം കാണിക്കാം കേട്ടോ. ഓഫറെന്ന് പറയുന്നത് ഇവർ വെറുതെ പറയണം, അതിൻ്റെ ഓഫറൊന്നുമില്ല, നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യ സാധനങ്ങൾക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാനൊരു സൂത്രം കാണിക്കാവേ. എനിക്ക് കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കൊടുത്താലോ വിറ്റാലോ എന്നൊക്കെ വിചാരിച്ച് കാണിക്കാവേ. അത് എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് അതിൻ്റെ വില എനിക്ക് അതിനൊക്കെ അത്ഭുതപ്പെടുത്തിയത്. വേണ്ട നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുരിങ്ങയിലയുടെ വില കേട്ടാ 149 രൂപ ഒരു കെട്ടിൻ്റെ വില. എന്ത് കത്തി വിലയാണല്ലേ ഒരു കെട്ട്. ഇതിൻ്റെ കറിവേപ്പിലയുടെ വിലയും ഒക്കെ കാണിക്കാൻ വേണം. ഒരു കെട്ട് കറിവേപ്പിലയുടെ വില കണ്ടോണേ, 169 രൂപ കറിവേപ്പിലയുടെ. ഇതൊക്കെ ഞാനതൊക്കെ കാണും. ഇപ്പം നമ്മൾക്ക് കത്തി വിലയാണ് പച്ചക്കറികളുടെയൊക്കെ. ആദ്യം ഞാൻ ഇവളെ ഇതിലിരുത്തിയാണ്, ഈ വലിച്ചുകൊണ്ട് നടക്കുന്ന ഇതിൽ ട്രോളിയിൽ കയറ്റി ഇരുത്തിയപ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മതി. ജ്യൂസ് സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരെണ്ണം എടുത്ത് കുടിയും. ഇത് ചെറിയ പാക്കറ്റിൻ്റെ ജ്യൂസില്ലേ സ്ലൈസിൻ്റെ, അത് വേണം. അത് മേടിച്ച് അന്നേരം തന്നെ പൊട്ടിച്ച് കുടിച്ച്. കണ്ടാൽ അത് അന്നേരം തന്നെ വേണം, പക്ഷെ മൊത്തം കുടിച്ചില്ല കേട്ടോ, ബാക്കി അവിടെ വെച്ചിരുന്നു. അപ്പുറത്തെ സൈഡിൽ പിന്നെ ഐസ്ക്രീമും കണ്ടായിരുന്നു, ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് ഓടിയായിരുന്നു. പാമ്പേഴ്സിനൊക്കെ അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 48 പീസിൻ്റെയൊക്കെ ചെറിയ ആൾക്കിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ പാമ്പേഴ്സൊന്നും ഇപ്പം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇത് ബോഡി വാഷിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ആദ്യം എടുത്ത് ഞാനപ്പം മാറ്റിയെടുക്കാൻ പറഞ്ഞു. പിന്നെ ലോറിയലിൻ്റെ ഷാമ്പൂവിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് വയലറ്റ് കളറുണ്ടല്ലോ, ലാവൻഡർ കളറിലെ ഷാമ്പൂവില്ലേ, അതാണ് കുറച്ച് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു. യൂസ് ചെയ്തതിൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതും അതിൻ്റെ കണ്ടീഷണറുമായിരുന്നു. അതാദ്യം എടുക്കാൻ പറഞ്ഞ് ചിറ്റയ്ക്ക്, പക്ഷേ ചിറ്റയുടെ കയ്യിൽ ഫസ്റ്റ് എടുത്തതിൻ്റെ കണ്ടീഷണറായിരുന്നു ഇരുന്നത്. അപ്പോൾ പിന്നെ മാറ്റിയെടുത്ത്. ആദ്യം ഇത് ബ്ലൂ എടുക്കാൻ പറഞ്ഞ്, പിന്നെ വേണ്ട കണ്ടീഷണർ രണ്ടും ഒരേപോലെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ മാറ്റിയും വെച്ച്. അങ്ങനെ അവിടെ ഓരോന്ന് നോക്കേണ്ട. ഐസ്ക്രീം അന്നേരം തന്നെ അവിടെ കണ്ടുപോയി മേടിച്ച് അന്നേരം തന്നെ തോണ്ടി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീം ഇവിടെ കണ്ടാലും വേണം, അങ്ങനത്തെ ഒരു സാധനമാണ് ഐസ്ക്രീം ഭ്രാന്താണ്. എനിക്കും ഇഷ്ടപ്പെട്ടോ. ഇത് നല്ല ഫ്ലേവറായിരുന്നു. പിന്നെ അതിൻ്റെ പേരെന്തായിരുന്നു, നസ്രിയയും ഫഹദ് ഫാസിലിൻ്റെയും കൂടെ പരസ്യത്തിൽ കാണിക്കുന്ന അവരുടെ പരസ്യം ഉണ്ടല്ലോ ഒരു ഐസ്ക്രീമിൻ്റെ, അതിൻ്റെ റെഡ് വെൽവെറ്റിൻ്റെ ഫ്ലേവർ, നല്ല ഐസ്ക്രീമാണ്. നട്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ എങ്ങനെയായിരുന്നു കേട്ടോ, പുതിയ ഇപ്പോൾ നമ്മൾ യാഡ്ലിയുടെ ബോഡി വാഷ് ഉണ്ടായിരുന്നല്ലോ, അതിനിവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇതുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള, അത് ഞാൻ 225-നാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചത്. 149 അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ഇത്രയും കളർ ഞാൻ കണ്ടില്ല. ഈ യെല്ലോ ഒന്നും ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു സത്യമായിട്ട് കേട്ടോ. അതിൽ യെല്ലോയ്ക്കൊക്കെ നല്ല മണം ഉണ്ടായിരുന്നു. 149 ഓഫറിൽ, അതെനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. വേറെ ഒന്നും അത്ര നല്ല കത്തിക്കാശാണ്.
എനിക്ക് തോന്നുന്നു ഇത് ലുലുവിനേക്കാളും എമൗണ്ട് കുറവിൽ കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നെയിൽ പോളിഷൊക്കെ നോക്കി. എനിക്കൊരു നെയിൽ പോളിഷ് നല്ലത് ഒരെണ്ണം വാങ്ങിക്കണമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ലോങ് ലാസ്റ്റിംഗ് അല്ല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ നോക്കി നടക്കുകയാണ്. കാരണം കയ്യിലിട്ട് കഴിഞ്ഞാൽ ഒന്നിൽ ഒത്തിരി നാൾ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓയിൽ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴത്തേക്കും കയ്യിൽ കയറിയിട്ട് അതിൻ്റെ കളറാവുന്നുണ്ട്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കി ഞാനിപ്പോൾ ഞാൻ എന്നിട്ട് നെയിൽ പോളിഷ് നോക്കി. പിന്നെ ചിക്കൻ വാങ്ങിച്ചു, മറ്റേ ലെഗ് പീസ് വാങ്ങിക്കാൻ പോയട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വന്ന് നോക്കി വന്ന് മഷ്റൂം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ മഷ്റൂം നോക്കി നടക്കുകയായിരുന്നു ഇതിലെല്ലാം. അവസാനം ഞാൻ ഈ സൈഡിലാണ്ട് അതിൻ്റെ അറ്റത്തായിട്ട് എനിക്ക് മഷ്റൂം കിട്ടി. പിന്നെ മഷ്റൂം കണ്ട് ഇവിടെ ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് മഷ്റൂം എടുത്ത് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടം മോമോസ്, ഫ്രൈഡ് മോമോസ് ഇല്ലേ, അതിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. നോർമലി ഇപ്പം ലുലുവിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത്ര വിലയില്ല, ഇത് നല്ല വിലയുണ്ടായിരുന്നു. അതിന് എടുത്ത് നോക്കണ്ട, അതേപടി തിരിച്ച് വെച്ചിട്ട് പോന്നു. ആ വിലയിലൊന്നും കഴിക്കാൻ പറ്റൂല നമുക്ക്. അത്യാവശ്യം നല്ല കാശായി. നമ്മളപ്പം ഇതിന് എല്ലാ ബില്ലും എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സാധനമേ വാങ്ങിച്ചുള്ളൂ. രണ്ട് കവർ സാധനം. ആ 2 കവർ സാധനം കണ്ട് അത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, അത്രയും സാധനമേ ഉള്ളൂ. പക്ഷെ നല്ല ബില്ലായിരുന്നു. അത്യാവശ്യം നല്ല വിലയുടെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, അതാവാം. പക്ഷെ ഓഫറൊന്നും അധികം ഒന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് കുറേ നേരം നിന്ന് ഊബർ ഓട്ടോയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ട്രാഫിക്ക് നിൽക്കുന്നുണ്ട്, ഒന്നും കിട്ടിയില്ല. പിന്നെ റോട്ടിൽ പോയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഓട്ടോക്കാരൻ വന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അയാളെ കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയായിട്ടൊന്നും തോന്നാനുണ്ട്. ഞങ്ങൾ പിന്നെ അതൊക്കെ അറിയാം. റോട്ടിൽ പോയിട്ട് വേറെ ഒരു ഓട്ടോ വിളിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സമയം തന്നെ ഇപ്പം 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്ന പാടെ ഞങ്ങൾ ഇറങ്ങി. അവിടുത്തെ പട്ടിയാണ്, സി ആണ് ഇരിക്കുന്നത് കേട്ടോ. സൈഡിൽ നിങ്ങൾക്ക് കാണാൻ ചെറുതായിട്ടേ കാണുള്ളൂ. ഇത് ഇപ്പോഴത്തെ സൈഡിൽ കാണുന്നതാണ് അമ്പലം. അങ്ങനെ ഞങ്ങൾ ചിറ്റയെടുത്ത് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് ഞാൻ അന്നേരം തന്നെ ഇറങ്ങി. അമ്മയൊക്കെ കണ്ടു കേട്ടോ. അമ്മയ്ക്ക് ഇപ്പം കാലിൽ വെയിറ്റ് ഇട്ട് കമ്പി ഇട്ട് ഇരിക്കുകയാണ്. കാലിൻ്റെ ചിരട്ട മുട്ട് പൊട്ടിയെന്ന് വെച്ചാൽ മുട്ടിൻ്റെ ചിരട്ട പൊട്ടിയായിരുന്നു വീണിട്ടെ. അപ്പം അതിൻ്റെ സർജറി കഴിഞ്ഞ് വന്നിരിക്കുന്നു കമ്പിയൊക്കെ ഇട്ട്. അപ്പം അങ്ങനെ ചിറ്റയുടെ അമ്മയെന്ന് പറയുമ്പോൾ മദർ ഇൻ ലോ ആണ് കേട്ടോ. അങ്ങനെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇതിന് ഇവിടുത്തെ മീനൊക്കെ ഇടുന്നതാണ്. തിരിച്ച് വീട്ടിലോട്ട് പോകാനെ കൊണ്ട് വയ്യ ഇറങ്ങി. ഒരാളിങ്ങനെ ഉറങ്ങാനെ കൊണ്ട് കുറേ നേരം ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങുന്ന ഒരു ഇതായതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നു വണ്ടിയിൽ. അപ്പം തന്നെ കിടന്ന് ഉറങ്ങി. കുറച്ച് നേരം മടി കിടന്നതേ ഉള്ളൂ, അപ്പോഴും ഉറങ്ങി അവൾ. ഞാനും ടയേർഡായി. ഇനി വീട്ടിൽ പോയിട്ട് എനിക്കും കിടക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി വീട്ടിലെത്തണമെന്ന് ഫ്രഷ് ആവണം, കിടക്കണമെന്നുള്ള ഒറ്റ ഒരു ആഗ്രഹത്തിലാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീടെത്തി. പെട്ടെന്ന് വന്നായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ റോട്ടിലൊക്കെ നല്ല തിരക്കാണെന്ന് വിചാരിച്ച്. പക്ഷേ പെട്ടെന്ന് വന്നു. എന്നിട്ട് ഓട്ടോ അവിടെ നിന്ന് ചിറ്റയുടെ അവിടെ നിന്ന് വിളിച്ച ഓട്ടോ ആയിരുന്നു. അവൻ ചിറ്റയായിട്ട് വിളിച്ച അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓട്ടോ. അങ്ങനെ ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ വെച്ചതാണ്. ഇത് പയറുണ്ട്, നിത്യവേദനയുണ്ട്. അങ്ങനെ ഫുള്ള് ടയേർഡായി, ക്ഷീണിച്ച്. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല വെയിൽ നല്ല ഉണ്ടായിരുന്നു. അവിടെ വന്ന് കിടന്ന് ഉറക്കമാണ്, നല്ല ഉറക്കമാണ്. ഞാൻ എടുത്തുകൊണ്ട് വന്ന ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഓക്കെ ബൈ. അപ്പോൾ ഇനി നാളെ കാണാം. നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ.